Hi everyone. Calicut University M.Com 4th semester International Finance എന്ന സബ്ജക്റ്റ് ഇത്തെ നെക്സ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിലും സെക്കൻഡ് മൊഡ്യൂൾ 2 ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നതാണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റും അതേപോലെ തന്നെ തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഹോം കറൻസിനെ ഫോറിൻ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മളുടെ ഫോറിൻ കറൻസിനെ ഹോം കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതും ഓക്കെ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതും അതിനെയാണ് നമ്മൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് നടക്കുന്നത് ഫോറിൻ കറൻസിയിലാവാം, ഫോറിൻ ചെക്സ് ആകാം, അല്ലെങ്കിൽ ഫോറിൻ ഡ്രാഫ്റ്റ്സ് ആകാം. ദെൻ ഫോറിൻ കറൻസീസിന് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഹാർഡ് കറൻസീസും സോഫ്റ്റ് കറൻസീസ് എന്നുള്ള 2 ടൈപ്സ് ആണ് പറയുന്നത്. അതിൽ ഹാർഡ് കറൻസീസ് എന്ന് പറയുകയാണെങ്കിൽ സെർട്ടൻ കൺട്രീസ് ഹാവ് എ ഫെയർലി വൈഡ് അക്സെപ്റ്റൻസ് ഫോർ ദ സെറ്റിൽമെന്റ് ഓഫ് ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസ്. ഓക്കെ, ഓരോ ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസും അവർ സെറ്റിൽ ചെയ്യാനായിട്ട് ഓരോ കൺട്രീസിനും അതിന്റെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ അതിന് മീഡിയം ഓഫ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷനും ഡിഫറെന്റ് ആണ് ഓരോ കൺട്രീസ് എന്ന് പറയുന്നത്. സോ ദീസ് ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് ഫോർ അതർ കറൻസീസ് ക്വിക്ലി ആൻഡ് വിത്തൗട്ട് ഗവൺമെന്റ് പെർമിഷൻ. ഇത് ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഓരോ കൺട്രീസിനും ഗവൺമെന്റ്സിന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അവർക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും, ഓർ എക്സ്ചേഞ്ചസ് നടത്താൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് US ഡോളേഴ്സ് ഉണ്ട്, ദെൻ ബ്രിട്ടീഷ് പൗണ്ട്സ് ഉണ്ട്, ദെൻ ജാപ്പനീസ് യെൻസ് ഉണ്ട്, ദെൻ യൂറോ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഹാർഡ് കറൻസീസ് ആർ ഫ്രീലി കൺവേർട്ടബിൾ ആൻഡ് നോട്ട് ഈസിലി എക്സ്പെക്റ്റഡ് ടു ഡിപ്രീസിയേറ്റഡ് എന്നുള്ളതിനെയാണ് നമ്മൾ ഹാർഡ് കറൻസീസ് എന്ന് പറയുന്നത്. ദെൻ വരുന്നതാണ് സോഫ്റ്റ് കറൻസീസ് എന്ന് പറയുന്നത്. സോഫ്റ്റ് കറൻസി എന്ന് പറയുന്നത് വൈഡ്ലി അക്സെപ്റ്റ് ചെയ്ത ഒരു കാര്യമല്ല, അതേപോലെ തന്നെ നമുക്ക് വൈഡ്ലി ഉള്ള ഒരു മീഡിയവും അല്ല. സെറ്റിൽമെന്റ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എല്ലാം അത്രത്തോളം പെട്ടെന്ന് നടക്കുന്നതല്ല നമ്മുടെ സോഫ്റ്റ് കറൻസിയിൽ. യൂഷ്വലി ഇവിടെ നമുക്ക് ഒരു ഫ്രീ മാർക്കറ്റ് എന്നുള്ളത് തന്നെ ഇവിടെ ഇല്ല. അതേപോലെ തന്നെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റണം എന്നും ഇല്ല സോഫ്റ്റ് കറൻസിയിൽ. ഓക്കെ, ദേ കനോട്ട് ബി ഈസിലി കൺവേർട്ടഡ്. മെനി സോഫ്റ്റ് കറൻസീസ് ആർ സബ്ജക്ട് ടു റിസ്ട്രിക്ഷൻ ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റിൽ ഇരുന്നും അതേപോലെ തന്നെ മോണിറ്ററി അതോറിറ്റിയിൽ നിന്നൊക്കെ കുറേ റിസ്ട്രിക്ഷൻസ് ഉള്ളതാണ്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ജിംബാബ്വേയുടെ ഡോളേഴ്സ്, ദെൻ നോർത്ത് കൊറിയയുടെ യോൺ, ദെൻ ക്യൂബിന്റെ ഫെസോ എന്നുള്ളതൊക്കെ ഈ സോഫ്റ്റ് കറൻസീസിലായി. ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ളതിനെയാണ് നമ്മൾ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്മോഡിറ്റീസും സർവീസസും ബോട്ട് ആൻഡ് സോൾഡ് ചെയ്യുന്നതിനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മളുടെ ഈ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ തന്നെ നമ്മൾക്ക് ഗിവിങ്ങും റിസീവിങ്ങും അനദർ കറൻസീസിലൂടെ നടക്കുന്നതാണ്. Then, the foreign exchange market is the market for the national currency anywhere in the world as the financial center of the world are united as the single market എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എത്രത്തോളം വൈഡ് ആയിട്ടുള്ള ഒരു രീതിയിലോട്ടുള്ളതാണെങ്കിലും ഫിനാൻഷ്യൽ സെന്റർ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വരുമ്പോൾ ഒരു സിംഗിൾ മാർക്കറ്റ് ആയിട്ട് ചുരുങ്ങുന്നതിനെയാണ് നമ്മൾ ഈ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ തന്നെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ ഓവർ ദി കൗണ്ടറിലായിരിക്കും ഇതിന്റെ എക്സ്ചേഞ്ചും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. 24 hours ഓപ്പറേഷൻ ഉണ്ടാകും. 2 സബ് മാർക്കറ്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സ്പോട്ട് മാർക്കറ്റും ഫോർവേഡ് മാർക്കറ്റ് ആയിട്ടാണ് വരുന്നത്. ദെൻ ഇതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടാകും. ഗവൺമെന്റ് തന്നെ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടാകും പ്രൈസ് എത്രയാണ് എന്നുള്ളതൊക്കെ. ആ ഡിറ്റർമൈൻ ചെയ്ത പ്രൈസിന് നമ്മൾ പാരിറ്റി പ്രൈസ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ റേറ്റ് ഓഫ് കറൻസിയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. ദെൻ പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ എക്സ്ചേഞ്ചിൽ ഇൻഡിവിജ്വൽസിനും ഫേംസിനും ബാങ്ക്സിനും ഗവൺമെന്റ്സിനും നമ്മുടെ ഇന്റർനാഷണൽ ഏജൻസിനും എല്ലാവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. ദെൻ US ഡോളർ ആണ് മോസ്റ്റ്ലി ട്രേഡ് ചെയ്യുന്ന ഒരു കറൻസി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ലാർജ് മാർക്കറ്റ് ആണ് ഉള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് മേജർ ആയിട്ട് വരുന്ന ഫീ. ദെൻ വരുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ് ആണ്. ഒന്ന് ചെയ്യുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ കറൻസിയുടെ ട്രാൻസാക്ഷൻസിനെയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ക്രെഡിറ്റ് ഫംഗ്ഷനിങ് നടത്തുന്നുണ്ട്. അതായത് ക്രെഡിറ്റ് ഫംഗ്ഷനിങ് എന്ന് പറയുകയാണെങ്കിൽ യൂഷ്വലി റെക്കോർഡ് വെൻ ഗുഡ്സ് ആർ ഇൻ ദ ട്രാൻസിറ്റ് ആൻഡ് ഓൾസോ അലോ ടു ദ ബയേഴ്സ് ടു റീസെൽ ദ ഗുഡ്സ് ആൻഡ് മേക്ക് പേയ്മെന്റ്സ്. ഓക്കെ, ഗുഡ്സിനെ റീസെയിൽ ചെയ്തിട്ട് അതിലൂടെ പേയ്മെന്റ്സ് നടത്താനൊക്കെ നമുക്ക് ഈ ക്രെഡിറ്റ് ഫംഗ്ഷനിലൂടെ സാധിക്കുന്നതാണ്. ദെൻ ഹെഡ്ജിങ് ഫംഗ്ഷൻ, ഹെഡ്ജിങ് ഇവിടെ നടക്കുന്നതാണ്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ. ഓക്കെ, ആ ഹെഡ്ജിങ് ഫംഗ്ഷൻ എന്നുള്ളത് ഇവിടെ നടക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള 3 ഫംഗ്ഷനാണ് വരുന്നത്. ട്രാൻസ്ഫർ, ക്രെഡിറ്റ്, ദെൻ ഹെഡ്ജിങ് ഫംഗ്ഷൻ എന്നുള്ള 3 ഫംഗ്ഷൻസ് ആണ് വരുന്നത്. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ
ഫണ്ട്സ് അലോ ചെയ്യും, അതേപോലെ തന്നെ വൺ കൺട്രിയിൽ നിന്ന് അനദർ കൺട്രിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രൈസും കാര്യങ്ങളും മാർക്കറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലൂടെയാണ് ചെയ്യുന്നത്. ദെൻ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ടും ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാമാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഒരു 5 പാർട്ടിസിപ്പേറ്റേഴ്സ് ഉണ്ട്. ആരൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ബിസിനസ്സും ഇൻഡിവിജ്വൽസ് ആണ്. ലൈക്ക് നമ്മുടെ റീറ്റെയിൽ ക്ലയൻസ് എന്നാണ് നമ്മൾ അവരെ പറയുന്നത്. അപ്പോൾ ഈ റീറ്റെയിൽ ക്ലയൻസ് എന്തൊക്കെയാ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്നുള്ള വ്യക്തികളൊക്കെയാണ് വരുന്നത്. നമ്മുടെ പേയ്മെന്റ്സ് റിസീവ് ചെയ്യുക, മേക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ എക്സ്ചേഞ്ചും കൺവേർഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ദെൻ കമേഴ്ഷ്യൽ ബാങ്ക്സും മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും വരുന്നുണ്ട്. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് ബ്രോക്കേഴ്സ് ഇവിടെ ഇരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെൻട്രൽ ബാങ്ക്സ് ഉണ്ട്, സ്പെക്കുലേറ്റേഴ്സ് ഉണ്ട്, ആർബിട്രേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവർ ആരാണ്, ഇവർ എന്താ ചെയ്യണേ എന്നുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ തന്നെ എഴുതുക. ഓക്കെ, ആയിട്ട് വരുന്നത്. ദെൻ പിന്നെ വരുന്നതാണ് നമ്മളുടെ സ്പോട്ട് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ സ്പോട്ട് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ കറൻസിയെ നമ്മൾ ഇമീഡിയറ്റ് ഡെലിവറിയിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സ്പോട്ട് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഉള്ള കറൻസി, ഓക്കെ, കറന്റ്ലി നടക്കുന്ന കാര്യങ്ങളെല്ലാമാണ് ഈ സ്പോട്ട്, അറ്റ് ദ സ്പോട്ട് എന്ന് പറയില്ലേ, അതാണ് ഈ സ്പോട്ട് എക്സ്ചേഞ്ച് എന്ന് വരുന്നത്. ഓക്കെ, സ്പോട്ട് എക്സ്ചേഞ്ചിൽ തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത്, ഇപ്പൊ തന്നെ നമുക്ക് അങ്ങോട്ട് കറൻസി ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഡോളർ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സ്പോട്ട് എക്സ്ചേഞ്ചിൽ നടക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് സ്പോട്ട് എക്സ്ചേഞ്ചിൽ മേ ബി നമുക്ക് 2 ഡേയ്സിനുള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റായി കിട്ടുന്നതായിരിക്കും. ഇവിടെ തന്നെ നമുക്ക് ഡോളേഴ്സ് യൂസ് ചെയ്യുന്നതാണ്, അതേപോലെ തന്നെ മറ്റുള്ള കറൻസീസ് എല്ലാം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് മേജർലി നമ്മൾ പറയുകയാണെങ്കിൽ വരുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, ന്യൂയോർക്കാണ് ഇവിടെ വരുന്നത്. ഇതിൽ ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് നമുക്ക് ഒരു ഇന്റർ ബാങ്ക് പേയ്മെന്റ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ചിപ്സ് എന്ന് പറയും. അത് നമ്മൾ ഇനി പഠിക്കുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫോർവേഡ് മാർക്കറ്റ് ആണ്. ഫോർവേഡ് മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ ബോട്ട് ആൻഡ് സോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫ്യൂച്ചർ ഡെലിവറിയിൽ നമ്മൾ ബോട്ട് ആൻഡ് സോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഫോർവേഡ് മാർക്കറ്റ് അല്ലെങ്കിൽ ഫോർവേഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഫോർവേഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് മേജർലി ഒരു 2 റീസൺസ് ആണ് പറയുന്നത്. ഒന്ന് പറയുന്നത് നമ്മുടെ റിസ്ക് മിനിമൈസ് ചെയ്യാനും ലോസ് എന്ന് പറയുന്നത് ഒരു രീതിയിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഫോർവേഡ് മാർക്കറ്റ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് മേജർലി ഇതിൽ പറയാനായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ക്രോസ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ ക്രോസ് റേറ്റ് എന്ന് നമ്മൾ പറയും. ഇതെന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് 2 കൺട്രീസ് ആണ്. 2 കൺട്രീസ് തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റിനെയാണ് പറയുന്നത്. ദെൻ എക്സ്പ്രസ്ഡ് ഇൻ ദ 3 ഡിഫറെന്റ് കൺട്രീസ്. ഓക്കെ, അതായത് 2 കൺട്രീസ് തമ്മിലുള്ള ഒരു കറൻസിയുടെ എക്സ്പ്രഷൻ ആണ്. പക്ഷെ നമ്മളത് ചെയ്യുന്നത് മൂന്നാമത് ഒരു കറൻസിയുടെ ഒരു ഇതാണ്. അതായത് നമ്മൾ ഇന്ത്യൻ ഡോളറും ഇന്ത്യൻ്റെ റുപ്പീസും US ഡോളറും 2 കറൻസിയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ആ 2 ടേംസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പീസും US ഡോളറും എടുത്തിട്ട് നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് പൗണ്ടിന്റെ രൂപത്തിലാണ് എന്നാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രോസ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 നോൺ ഡോളർ കറൻസീസ് എന്നുള്ളതിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്ന കൺസെപ്റ്റ് ആണ് ഇക്ലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇക്ലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഡിമാൻഡ് ഫോർ ദ ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് ദ സപ്ലൈ ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് ഓർ ഈക്വൽ. ഓക്കെ, അതായത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഡിമാൻഡും അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ സപ്ലൈയും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ ഇക്ലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, that rate which over a certain period of time keeps the balance of payment in equilibrium. ഓക്കെ, ഇക്ലിബ്രിയത്തിൽ തന്നെ നമ്മൾ certain period of timeൽ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, ദെൻ ഈ ഫോറിൻ എക്സ്ചേഞ്ചിന് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വരുന്നുണ്ട്. ലൈക്ക് ഫാക്ടേഴ്സ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വരുന്നുണ്ട്, ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പറയുന്നുണ്ട്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫോറിൻ കൺട്രീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. ദെൻ അതർ പേയ്മെന്റ്സ് ആയിട്ട് വരുന്ന ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതർ ഔട്ട്ഫ്ലോസ് ആയിട്ട് വരുന്ന നമ്മുടെ ക്യാപിറ്റൽ ഡൊണേഷൻസ് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇത് ഡിമാൻഡ്. ദെൻ ഇനി സപ്ലൈ ആണെങ്കിലോ സപ്ലൈനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ആണ്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇൻഫ്ലോ ഓഫ് foreign capital, then payment made by the foreign government to Indian government for settling their transaction. Then other types of inflows like വരുന്നുണ്ട്, capital like remittance by NRI, donation എന്നുള്ളതൊക്കെ വരുന്നുണ്ട്.
ഇതിനെ നമുക്കൊരു ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട്, അതായത് നമ്മൾ +2 പഠിക്കുന്ന സമയത്ത് ഈക്ലിബ്രിയം കാണിക്കാനൊക്കെ നമുക്കൊരു ഗ്രാഫ് വരുമല്ലോ, അതുപോലത്തെ ഗ്രാഫ്സ് ആണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. വൈ ആക്സിസിൽ നമുക്ക് വാല്യൂ ഓഫ് റുപ്പീസ് എടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ എക്സ് ആക്സിസിൽ ഡിമാൻഡ് ഫോർ ദ സപ്ലൈ ഓഫ് എടുത്തിട്ടുള്ളത്, സപ്ലൈ ഓഫ് US$ാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾക്ക് P1 P2 എന്നുള്ളത് നമുക്ക് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സപ്ലൈയുടെ ഒരു ലൈനും ഡിമാൻഡിന്റെ ഒരു ലൈനും നമ്മൾക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മളുടെ P എന്ന് പറയുന്നത്, ഇതിൽ നമ്മളുടെ ഡിമാൻഡ് കർവും പറഞ്ഞു, സപ്ലൈ കർവും പറഞ്ഞു. ദെൻ ഇതിൽ E എന്നുള്ള ഒരു പോയിന്റ് പറയുന്നുണ്ട്. E എന്നുള്ള ഒരു പോയിന്റ് ആണ് ഇക്ലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഈ ഡിമാൻഡും സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് കർവ്സിനെയും, അതായത് രണ്ട് പാർട്ടിനെയും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതിന് തന്നെ നമുക്ക് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്. ദെൻ അതേപോലെ തന്നെ OP എന്ന് പറയുന്നതാണ് ഇക്ലിബ്രിയം റേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, OP എന്നുള്ളതിനെയാണ് നമ്മൾ ഇക്ലിബ്രിയം റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഡിമാൻഡ് കർവിൽ നമുക്ക് താഴെയും മേലെയും 2 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എക്സസ് ഓഫ് സപ്ലൈയും എക്സസ് ഓഫ് ഡിമാൻഡും. ഓക്കെ, അതായത് നമ്മുടെ P എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കാട്ടിലും മുകളിലോട്ട് പോവുകയാണെങ്കിൽ അത് എക്സസ് ഓഫ് സപ്ലൈ ആണ്, അതിന്റെ താഴോട്ട് വരികയാണെങ്കിൽ എക്സസ് ഓഫ് ഡിമാൻഡ് ആയിട്ടാണ് പറയുന്നത്. ദെൻ അതിന്റെ തന്നെ നമ്മൾ ABCD എന്നുള്ള പോയിന്റ്സ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ദെൻ ഇതിൽ പറയുന്നതാണ് ദ എക്സ്ചേഞ്ച് റേറ്റ് ടു ബി ആൻ ഇക്ലിബ്രിയം റേറ്റ് മസ്റ്റ് ബി മെയിൻറ്റൈൻഡ് അറ്റ് പാർ വിത്ത് വാല്യൂ ഓഫ് ഡിഫറെന്റ് കറൻസിന്റെ ബേസിസിൽ വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ വരുന്നത് നമ്മളുടെ ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഓർ ഡിറ്റർമൈനിങ് എക്സ്ചേഞ്ച് റേറ്റ്സ് ആണ്. അതിൽ നമുക്ക് റിലേറ്റീവ് ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട്, ദെൻ റിലേറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, ദെൻ റിലേറ്റീവ് ഇൻകം ലെവൽ ഉണ്ട്. ദെൻ അതേപോലെ തന്നെ മറ്റുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഏകദേശം ഒരു 13 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഇതിൽ പറയുന്നത്. ഇതിൽ ആദ്യത്തെ 3 പോയിന്റ്സ് നിങ്ങൾക്ക് ഗ്രാഫ് വെച്ചിട്ടാണ് അവർ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഡിമാൻഡ് കർവും സപ്ലൈ കർവിന്റെയും ബേസിസിലാണ് നിങ്ങൾക്ക് പറയുന്നത്. ഇതിൽ റിലേറ്റീവ് ഇൻഫ്ലേഷൻ ആണെങ്കിൽ ചേഞ്ചസ് ഇൻ ദ റിലേറ്റീവ് ഇൻഫ്ലേഷൻ റേറ്റ് ക്യാൻ ബി അഫക്ട് ദ ഇന്റർനാഷണൽ ട്രേഡ് ആണ്. അതേപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയും എഫക്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കറൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമാണ്. ഓക്കെ, ഇതിൽ നമ്മുടെ പ്രീവിയസ് ഇക്ലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് OP എന്നുള്ളതാണ്. അതായത് P1 എന്നുള്ള 2 എണ്ണമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് Y ആക്സിസും X ആക്സിസും ഓൾറെഡി ഉണ്ടല്ലോ. ഓക്കെ, ഇതിൽ തന്നെ നമ്മളുടെ ഈ ഷോർട്ടേജ് വരുന്ന സമയത്ത്, പോണ്ട്സിന്റെ ഷോർട്ടേജ് വരുന്ന സമയത്തും അതേപോലെ തന്നെ അത് ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ ദ പോണ്ട് ആൻഡ് ദ റെഡ്യൂസ്ഡ് സപ്ലൈ ഓഫ് ദ പോണ്ട് സെയിൽസ് place upward pressure on the value of the bond. Accordingly, the new equilibrium rate എന്ന് പറയുന്നത് OP1, അതായത് P1 പോയിന്റിലോട്ടായിരിക്കും ഇത് ഷിഫ്റ്റ് ആകുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും ഇവിടെ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമ്മളുടെ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് റേസ് ആണ് പറയുന്നത്. ഒരു കൺട്രിയിൽ നിന്ന് ഇന്നൊരു കൺട്രിയിലോട്ട് വരുന്ന ഇൻഫ്ലേഷൻ റേറ്റിന്റെ റേസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇൻക്രീസ് എന്നുള്ള രീതിയിലോട്ടാണ് ഷിഫ്റ്റ് ആകുന്നത്. ദെൻ റിലേറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഡിക്രീസ് എന്നുള്ള രീതിയിലോട്ടാണ് വരുന്നത്. ഓക്കെ, ഡിക്രീസ് എന്നുള്ള രീതിയിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിനെയും ഫോറിൻ സെക്യൂരിറ്റീസിനെയും അഫക്ട് ചെയ്യുന്ന രീതിയിലോട്ടാണുള്ളത്. ഇവിടെ നമ്മുടെ റുപ്പിയുടെ വാല്യൂ എല്ലാം കുറയുന്ന രീതിയിലോട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഗ്രാഫിൽ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്. ദെൻ വരുന്നത് റിലേറ്റീവ് ഇൻകം ലെവൽ ആണ്. റിലേറ്റീവ് ഇൻകം ലെവൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡിമാൻഡ് കർവും സപ്ലൈ കർവിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ അനദർ ഫാക്ടർ ആയിട്ടാണ് നമ്മൾ ഇവിടെ ഇതിനെ എഫക്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഡിമാൻഡ് സ്കെഡ്യൂൾഡ് റുപ്പിയിലാണ് സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സപ്ലൈ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് റുപ്പി ഫോർ സെയിൽ ആണ്. ദെൻ ഇക്ലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് റുപ്പി ഷിഫ്റ്റ് ആകുന്നത്, റുപ്പി അപ്വേർഡ് ഷിഫ്റ്റ് ആകുന്നതും ദെൻ അതേപോലെ തന്നെ അത് നമ്മളുടെ ഇൻക്രീസിങ് എന്നുള്ള ഒരു ട്രെൻഡിനെയാണ് കാണിക്കുന്നത്. അത് യുഎസ് ഇൻകത്തിന്റെ ഇൻക്രീസ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു, നമ്മുടെ ഇന്ത്യൻ ഗുഡ്സിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തത് പറയുകയാണെങ്കിൽ നമ്മുടെ റുപ്പി ഓഫ് സെയിൽസ് നോട്ട് എക്സ്പ്രസ്ഡ് എനി ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതിന്റെ ബേസിസിലാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, ഈ ഗ്രാഫിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ ഇക്ലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് റുപ്പീസിന് ഇൻക്രീസ് ചെയ്തു എന്നുള്ള രീതിയിലോട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തതിൽ വരുന്നത്. ദെൻ പിന്നെ വരുന്നതാണ് ഗവൺമെന്റ് കൺട്രോൾ ആൻഡ് ഗവൺമെന്റ് പോളിസി. ഗവൺമെന്റിന്റെ കൺട്രോളും ഗവൺമെന്റിന്റെ പോളിസീസും ഓരോ കൺട്രീസിലും ഡിഫറെന്റ് ആണ്. സോ അതിന്റെ ബേസിസിലാകും നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മാർക്കറ്റ് എക്സ്പെക്ടേഷൻ. ഓരോ മാർക്കറ്റ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, ഇപ്പൊ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആയാലും അതേപോലെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആയാലും അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ എക്സ്പെക്ടേഷൻ ഉണ്ടാകും. ഓരോ കൺട്രീസിനും ഓരോ എക്സ്പെക്ടേഷൻസ് ഉണ്ടാകും. അതെന്ന് പറയുന്നതും ഒരു ഫാക്ടർ ആയിട്ടാണ് വരുന്നത്. ദെൻ സ്പെക്കുലേഷൻ ആണ്. സ്പെക്കുലേഷൻ എന്ന്
പറയുകയാണെങ്കിൽ നമ്മളുടെ മേജർലി എക്സ്ചേഞ്ച് റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസ് ആണ് നമുക്ക് മേജർലി ഇതിൽ വന്നിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ തന്നെ നമ്മളുടെ ഒരു അൺസർട്ടനിറ്റി ആണ് നമ്മളുടെ ഇന്റർനാഷണൽ മണി മാർക്കറ്റിൽ കാണിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ ബാങ്ക് റേറ്റിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നതും നമ്മളുടെ എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ ബാങ്ക് റേറ്റ് ഒരുപാട് കുറഞ്ഞ രീതിയിലോട്ട് പോവാണ് എന്നാണെങ്കിൽ അതും ഒരു ഫാക്ടർ ആയിട്ടാണ് വരുന്നത്. ദെൻ ഒരു സ്ട്രക്ചറൽ ആയിട്ട് ഒരു ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നതും ഇവിടെ അഫക്റ്റഡ് ആണ്. സ്ട്രക്ചറൽ ഇൻഫ്ലുവൻസസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ മാർക്കറ്റിൽ വരുന്ന നമ്മുടെ കൺസ്യൂമർ ഡിമാൻഡ് അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ബേസിസിൽ വരുന്ന അവർ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്ന കമോഡിറ്റീസിൽ വരുന്ന ഇൻഫ്ലുവൻസസ് എല്ലാം നമ്മൾക്ക് ഇവിടെ എഫക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നത് നമ്മൾ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ആണ്. പൊളിറ്റിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഓരോ കൺട്രീസിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻസും അവരുടെ സ്റ്റെബിലിറ്റിയും അവരുടെ എഫിഷ്യൻസിയും എന്നുള്ളതൊക്കെ ഡിഫറെന്റ് ആയിട്ടുണ്ടാകും. ഓക്കെ, അതും ഒരു ഫാക്ടറാണ്. ദെൻ ബാങ്കിങ് ഓപ്പറേഷൻസ് ആണ്. ബാങ്കിങ് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഓരോ ബാങ്ക്സും എങ്ങനെയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിന് അവർ ഡീൽ ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ബേസിസിലൊക്കെ ആകും നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്ടിവിറ്റീസ് ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്ടിവിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ സെക്യൂരിറ്റീസിൽ വരുന്ന സെയിൽസും അതേപോലെ തന്നെ അതിന്റെ പേർച്ചേസ് ആണ് നമ്മുടെ സെക്യൂരിറ്റീസ്, ഡിബഞ്ചേഴ്സ്, സ്റ്റോക്സ്, ഷെയർസ് എന്നുള്ളതിന്റെ ബേസിസിലൊക്കെ വരുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആക്ടിവിറ്റീസ് ആണ്. ഇത് എത്രത്തോളമാണ് നമ്മളുടെ എക്സ്ചേഞ്ച് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ബേസിസിൽ കൂടിയാകും വരുന്നത്. ദെൻ അതേപോലെ തന്നെ കറൻസിയും ദെൻ അതേപോലെ തന്നെ ക്രെഡിറ്റ് കണ്ടീഷനിങ്ങും ആണ് ഇവിടെ വരുന്ന സമയത്ത്. നമ്മുടെ കറൻസിയുടെ സർക്കുലേഷന്റെ ബേസിസിലാണ് ഇവിടെ പറയുന്നത്. ഓരോ സ്റ്റേറ്റിലും ഡിഫറെന്റ് ആണ്. ഓക്കെ, ഓരോ കൺട്രിയിൽ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഓരോ സ്റ്റേറ്റിലുമാണ് ഇത് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ കൺട്രിയിൽ എടുത്ത് നോക്കുന്ന സമയത്ത് അത് അത്രത്തോളം ഡിഫറൻസ് ആണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, അതും ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ നാഷണൽ ബഡ്ജറ്ററി ഇൻഫ്ലുവൻസസ് ആണ്. അതായത് ഒരു നേഷന് ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതി